അപ്പോൾ നമ്മൾ നീഴൂർ ഒരു വീട്ടിൽ കോഴിക്കോട്ടിൽ രണ്ട് കോഴിക്കുഞ്ഞിനെ കിട്ടുന്നൊരു മൂർഖം കിടപ്പുണ്ടെന്ന് പറയും. മഴയൊക്കെ പെയ്ത് അങ്ങനെ തെറ്റടിച്ച് വേണം, മഴ പെയ്താൽ മതി. നമ്മളവിടെ നോക്കാൻ പോവാണ്. പിന്നെ തിന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. അത് വലിയ നെറ്റാണ് പുറത്തായിരുന്നു മീൻ. വലിയ നമുക്ക് ഏതൊക്കെയാലും പോയി നോക്കാം. 8 കിലോമീറ്റർ ദൂരം നോക്കാം. മഴ ചാടുന്നുണ്ട് അതിനിടയ്ക്ക്. മഴയാണ് ഭയങ്കര മഴയായിരുന്നു ഇങ്ങനെ പോകുന്ന വഴിക്ക്. ആ ഹാ ഹാ ആ ഈ ഗ്രില്ലിനകത്ത് കുഴപ്പമില്ലാത്തവനുണ്ടോ? നമ്മുടെ മൂർഖൻ ചേട്ടൻ 2 കോഴിക്കുഞ്ഞുങ്ങളെ വീണിട്ടുണ്ട്. ഇതിലേ കയറിയെന്നുള്ള മനസ്സിലാകത്ത അതിനിടെ വഴി കയറിയതാ. ശരിയാ, കഴിഞ്ഞിറങ്ങത്തില്ല. എന്നാലും ചെറുത് കഴിഞ്ഞാൽ ഇറങ്ങത്തില്ല. നല്ല ഒക്കണം. കക്കാതെ ഇറങ്ങി തരാം. ഇല്ലില്ല, ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ഓടേണ്ടതൊന്നുമില്ല. മടങ്ങി അങ്ങനെ ചാടിയായിരുന്നു. 2 കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ടോ? ഇങ്ങനെ ചാടുന്നു. എടുത്താ സഞ്ചിയില്ലേ? അവിടെ അവനൊന്ന് മയങ്ങണം, ഇണങ്ങണം അല്ലേ? അതിനാ വാ വിളിക്കുന്നില്ലേ? ഛർദിക്കാനായിട്ട് ഞാൻ ഛർദിച്ച് കളയുന്നേ. ആ കോഴിയുടെ കാല അടക്കുന്ന അടി കണ്ടോ? അതെ, പക്ഷെ അവൻ ഇത്രയും ഇതില്ല. വരുന്നുണ്ടല്ലേ? ഇവനെ ഒരു ഇത് കിടക്കുന്നോണ്ടാ ഊര് ഇങ്ങനെ നിൽക്കുന്നതല്ലേ? വരുന്നുണ്ടോ? അല്ല, ഇത് പോയി കഴിയുമ്പോഴത്തേക്ക് അവന്റെ ശരീരം കൂടുമല്ലേ? കണ്ടോ പറഞ്ഞോട് തന്നെ കേട്ടോ, കോഴി ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി പുതിയ ഉണ്ടോ? ഇപ്പൊ തന്നെ ആയി തുടങ്ങി. മത്താക്കി ഞാൻ വിളിക്കുന്നത് കറണ്ട്
നീളം ഉണ്ട് കേട്ടോ. 3 3.5 അല്ല. അത് അതിട്ടാലും മതി അല്ലേ? അഴിക്കടി കോഴിക്കോടിനകത്തെ മറ്റേ നെറ്റിട്ടാലും മതി. സൈഡ് വാ വിളിക്കുന്നു. അങ്ങനെ ഇണയുമില്ലല്ലോ. നീ എവിടെ കൊണ്ട് കൊടുക്കണം?